ഇന്ത്യ നടത്തിയ ആ ഒരൊറ്റ നീക്കം പാകിസ്ഥാന്റെ ആണവ സ്വപ്നങ്ങളെ തന്നെ തകർത്തെറിഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നീക്കത്തിന് പിന്നിൽ ലോകം കാണാത്ത മറ്റൊരു മുഖമുണ്ടെന്ന് പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. അന്താരാഷ്ട്ര വ്യോമയാന വിദഗ്ധൻ ടോം കൂപ്പർ നടത്തിയ വെളിപ്പെടുത്തലുകൾ ദക്ഷിണേഷ്യയിലെ പ്രതിരോധ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കുകയാണ്. കിരാന ഹിൽസിലെ ആ ഭൂഗർഭ അറയിൽ അന്ന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നീക്കത്തിനിടെ 2025 മെയ് 10 നടന്ന ആക്രമണത്തിന് വ്യക്തമായ തെളിവുകളുണ്ടെന്നും 88 മണിക്കൂർ നീണ്ടുനിന്ന യുദ്ധത്തിനിടയിലെ ഏറ്റവും നിർണായകമായ ഘട്ടങ്ങളിൽ ഒന്നായിരുന്നു ഇതെന്നും കൂപ്പർ അവകാശപ്പെട്ടു. മിസൈലുകൾ മലനിരകളിൽ പതിക്കുന്ന ദൃശ്യങ്ങളും പാകിസ്ഥാൻ വ്യോമസേനയുടെ 4091 സ്ക്വാഡറിന്റെ റഡാർ സ്റ്റേഷനിൽ നിന്ന് പുകയുരുന്നതും തന്റെ വാദത്തെ ശക്തിപ്പെടുത്തുന്ന തെളിവുകളാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആദ്യം പാകിസ്ഥാന്റെ റഡാർ സംവിധാനങ്ങൾ തകർത്ത ശേഷം ഭൂഗർഭ സംഭരണശാലയുടെ 2 കവാടങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തിയതായും കൂപ്പർ വിശദീകരിച്ചു. ഇന്ത്യയുടെ ഈ നീക്കം പാകിസ്ഥാനോട് നൽകിയ ശക്തമായ മുന്നറിയിപ്പായിരുന്നുവെന്നും ഇന്ത്യക്ക് എവിടെയും എപ്പോഴും ആക്രമിക്കാൻ കഴിയുമെന്ന സന്ദേശമാണ് ഇതിലൂടെ കൈമാറിയതെന്നും അദ്ദേഹം വിലയിരുത്തി. അതേസമയം ഈ ആരോപണങ്ങളെ ഇന്ത്യൻ വ്യോമസേന നേരത്തെ നിഷേധിച്ചിരുന്നു. കിരാന ഹിൽസിലെ ഭൂഗർഭ ഭാഗങ്ങളിൽ ആക്രമണം നടന്നതായി തങ്ങൾക്ക് അറിവില്ലെന്ന് വ്യോമസേന വൈസ് ചീഫ് എയർ മാർഷൽ നാഗേഷ് കപൂർ വ്യക്തമാക്കിയിരുന്നു. എങ്കിലും ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ വെടിനിർത്തലിനായി അമേരിക്കയും ഇന്ത്യയും സമീപിച്ചതാണ് സംഭവത്തിന്റെ ഗൗരവം വെളിപ്പെടുത്തുന്നതെന്ന് കൂപ്പർ കൂട്ടിച്ചേർത്തു. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യക്ക് വ്യക്തമായ വിജയം തന്നെയാണെന്നും ഇന്ത്യയുടെ കരുത്തുറ്റ വ്യോമ പ്രതിരോധ സംവിധാനം കാരണം പാകിസ്ഥാന്റെ പ്രത്യാക്രമണ നീക്കം ഓപ്പറേഷൻ ബുന്യാൻ ഉൻ മർസൂസ് പരാജയപ്പെട്ടുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു.